നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ ആകപ്പാടെ എനിക്കുണ്ടായിരുന്ന ഒരേയൊരു ദുഃഖം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേര് തോറ്റുപോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊന്ന് PV അൻവർ, രണ്ടാമൻ PK ശശി. UDFിലെ സകലരെയും വിജയിപ്പിച്ചപ്പോൾ ഈ രണ്ടുപേരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചത് പറഞ്ഞ് പലരും ജനങ്ങളെ, കേരളത്തിൻ്റെ പ്രബുദ്ധതയെ പ്രശംസിക്കുന്നതൊക്കെ കണ്ടു. എന്നാൽ ഇതെങ്ങനെ സഹിക്കാൻ പറ്റും ശരിക്കും? ബാക്കി 102 പേര് തോറ്റുപോയാലും ഈ രണ്ടുപേരുടെ വിജയമല്ലേ അനിവാര്യമായിരുന്നത്? ഈ മലയാളികൾക്ക് തീരെ പ്രബുദ്ധതയില്ലട്ടാ. ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാശ്വാസ വാർത്ത വന്നത്. സർക്കാർ ഔദ്യോഗികമായി അധികാരമേറ്റില്ലെങ്കിലും UDFിൻ്റെ ഭരണം നാട്ടിൽ ആരംഭിച്ചു എന്നാണല്ലോ പൊതുവെ കാര്യങ്ങളിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിലുള്ള ട്രാൻസ്ഫറുകളോ മറ്റു നടപടികളോ ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സുപ്രധാനമായ തീരുമാനം കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ള ഒരു തീരുമാനമാണ്. LDF വിടാൻ കാരണമായ സങ്കടം ആദ്യം തന്നെ PV അൻവറിന് UDF ഈ സർക്കാർ പരിഹരിച്ചു കൊടുത്തു. വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടിക്കാതെ പുറത്തേക്ക് വിടുന്ന കള്ളക്കടത്ത് സ്വർണം പുറത്ത് വെച്ച് കേരള പോലീസ് പിടിക്കുന്നു. അതിനായി പോലീസ് ഒരു ഡാൻസ് ഓഫ് എന്നൊക്കെ പറഞ്ഞൊരു സംഘത്തെ തന്നെ നിയോഗിച്ചു. ഇനി പുറത്തു നിന്ന് പോലീസ് അത് പിടിച്ചാലോ കസ്റ്റംസിനെ ഏൽപ്പിക്കുന്നില്ല, പകരം പുറത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു അൻവറിൻ്റെ മുഖ്യ പരാതി. കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ അവർ പിഴ അടപ്പിച്ച് വിടുമായിരുന്നു. പോലീസ് കേസ് വന്നാലോ ഈ പാവപ്പെട്ട കള്ളക്കടത്തുകാർ കേസിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നടക്കൂല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ദൗത്യ സംഘത്തെ ഇന്നലെ പിരിച്ചുവിട്ടു. തോറ്റാൽ എന്താ, അൻവർ പറഞ്ഞ കാര്യം നടക്കുകയല്ലേ. അത് ആഭ്യന്തര വകുപ്പിൽ ഇടതുമുന്നണി വിടാൻ പറഞ്ഞ മുഖ്യ കാര്യം ആദ്യം തന്നെ നടത്തിക്കൊടുത്തു പോലീസ്, മുഖ്യമന്ത്രി പോലും ചാർജ് എടുക്കുന്നതിന് മുന്നേ. എന്നാലും എന്തിനാണ് പിണറായി കാലത്ത് കസ്റ്റംസ് പിടിക്കാതെ വിടുന്ന കള്ളക്കടത്ത് സ്വർണം പുറത്തിറങ്ങി പോലീസ് പിന്നാലെ കൂടി റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത്? എന്തിനായിരുന്നു? എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട്, അവിടെ സ്കാനിംഗ് സംവിധാനമുണ്ട്, അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ്. അതെ, കരിപ്പൂരുമുണ്ട്. കരിപ്പൂർ എയർപോർട്ടിലെ ഈ പറയുന്ന CCTV സർവൈലൻസും അതുപോലെ സ്കാനിംഗ് മെഷീനുകളും അൾട്രാ മോഡേൺ മെഷീൻസ് ആണ്. എന്നിട്ട് എന്താ അവിടുത്തെ കസ്റ്റംസ് കള്ളക്കടത്ത് പിടിക്കുന്നില്ലേ? സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിനെ 90% അവർക്ക് പിടിക്കാൻ കഴിയും. പക്ഷെ കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത്. കസ്റ്റംസ് പിടിക്കുന്നില്ലേ? കസ്റ്റംസ് വളരെ ചെറിയ ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത്. പിന്നെ കസ്റ്റംസ് പിന്നെ എന്താ പിടിക്കുന്നത്? ആരാ സ്വർണം പിടിക്കുന്നത്? അപ്പൊ ബാക്കി ആരാ പിടിക്കുന്നത്? ഡാൻസ് ഓഫ്. ആരാ? ഡാൻസ് ഓഫ്. കേരള പോലീസിന്റെ ദൗത്യ സംഘത്തെ കുറിച്ചല്ലേ മൂപ്പര് പറഞ്ഞ്? അവരല്ലേ പിടിക്കുന്നത്. കസ്റ്റംസിനെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അവരിൽ ചിലരുടെ സഹായത്തോടെ ഈ വിമാനത്താവളത്തിന്റെ പുറത്തെത്തിക്കുന്ന കള്ളക്കടത്ത് സ്വർണം കേരള പോലീസിന്റെ പ്രത്യേക സംഘം പിടിക്കുന്നു. അത് നല്ലതല്ലേ? എവിടുന്ന പിടിക്കുന്നത് അൻവർക്ക? എവിടുന്നാ പിടിക്കുന്നത്? എയർപോർട്ടിന്റെ പരിസരത്ത് നിന്ന്. വിമാനത്താവളത്തിന്റെ പരിസരത്ത് നിന്ന് തന്നെയാണല്ലേ? ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്ത് നിന്നായാലും പുറത്തുനിന്നായാലും കസ്റ്റംസിനെ കബളിപ്പിച്ച് പുറത്തെത്തിയതല്ലേ? നിയമവിരുദ്ധമായ സ്വർണ്ണല്ലേ? അപ്പോൾ പിന്നെ പോലീസ് പിടിച്ച് കേസെടുപ്പിക്കും. അവിടെ കസ്റ്റംസ്, ഇവിടെ പോലീസ്. ക്രമസമാധാനത്തിന്റെ ഏജൻസികളാണല്ലോ ഇവരെല്ലാം. അങ്ങനെ പോലീസ് പിടിക്കുന്നത് നല്ലതല്ലേ? കള്ളക്കടത്തിൽ വമ്പൻ കുറവുണ്ടായി എന്ന് പിന്നീട് വന്ന കണക്കുകളും പറയുന്നില്ലേ? സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അൻവർക്ക് ഉദ്ദേശിക്കുന്നത് കസ്റ്റംസിനെ ഇത് ഏൽപ്പിക്കണം എന്നാണ്. പോലീസുകാർ പിടിച്ചിട്ട് കസ്റ്റംസിനെ ഏൽപ്പിക്കണം എന്നാണ്. നേരെ പോലീസ് ഈ തൊണ്ടി മുതലും ഈ പാസഞ്ചറെയും നേരെ കസ്റ്റംസ് പ്രിവെന്റീവിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. പിന്നത്തെ പണി ആർക്കാ? കസ്റ്റംസിനാണ്. അതായത് കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ അവർ ഈ കള്ളക്കടത്തുകാരെ പിഴയൊക്കെ അടപ്പിച്ച് വിടും. കേസൊന്നും എടുത്ത് പിന്നാലെ നടക്കൂല. അടുത്ത പ്രാവശ്യം വീണ്ടും ഇത് പരിപാടി നടക്കും. അതേപോലെ തന്നെ പിടിച്ച് കസ്റ്റംസിനെ ഏൽപ്പിച്ചാൽ അവർ പിഴ അടുപ്പിച്ച് വിടും. ഇത് തടയാനുള്ള ഒരു വഴിയായിരുന്നു കേരള പോലീസിന്റെ ഡാൻസ് ഓഫ്. ഈ ഡാൻസ് ഓഫ് ടീമിന് ഈ 15% വേണ്ട. ഭയങ്കര രാജ്യസ്നേഹം. അന്ന് അമ്പുക്കൊക്കെ അത് പിടിച്ചില്ല. കലാപരമായി മൂപ്പര് നീങ്ങി, കലാപമുണ്ടാക്കി മൂപ്പര് ആഭ്യന്തരമായി LDFിൽ നിന്നും പുറത്തു വന്നു. പിണറായി പോലീസ് മുസ്ലിം വിരുദ്ധമാണ് എന്ന് വരെ പറഞ്ഞ് രംഗത്തിറങ്ങി. ഒടുക്കം തെരഞ്ഞെടുപ്പായി. അൻവർക്ക മാത്രം തോറ്റു, 102 UDFുകാർ ജയിച്ചു. ഇമാതിരി പണിയല്ലേ ജനം എങ്ങനെ തോൽപ്പിക്കാതിരിക്കും എന്നൊക്കെ ശത്രുക്കൾ പറഞ്ഞു തുടങ്ങി. അഭിമാനത്തോടെയുള്ള വിജയമാണ് UDF ആഗ്രഹിച്ചത്. അത് സാധിച്ചു. ശശിക്കൊപ്പം അൻവർക്കയും തോറ്റു. എന്നാൽ യഥാർത്ഥത്തിൽ അൻവർക്ക തോറ്റില്ല. ജനം തോൽപ്പിച്ചാലും അധികാരം തോൽപ്പിക്കില്ല. ഭരണം മാറിയ ഉടനെ ഭരണം തുടങ്ങിയത് കണ്ടില്ലേ? അൻവർക്ക പറഞ്ഞ കാര്യം നടന്നു. അമ്മാതിരി സ്വർണം പിടിക്കൽ ഇനി വേണ്ടാന്ന് ഇപ്പം തന്നെ പോലീസ് തീരുമാനിച്ചു.
അൻവർക്കയോ മറ്റാരെങ്കിലുമോ പറഞ്ഞിട്ടോ അല്ലയോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടാ. സംഭവം നടന്നു. ഇന്നലത്തെ മനോരമ പത്രത്തിലടക്കം ലോക്കൽ പേജിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്. വിമാനത്താവളത്തിന് പുറത്തെ സ്പെഷ്യൽ പരിശോധന അവസാനിപ്പിച്ച് പോലീസ്. സ്വർണ്ണക്കടത്ത് പിടികൂടാൻ മുൻ ജില്ലാ പോലീസ് മേധാവി കോഴിക്കോട് വിമാനത്താവളത്തിന് പുറത്ത് നിയമിച്ച 3 പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി. 3 പേരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി നിയമിച്ച് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുകൾ DRI അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെയാണ് നേരത്തെ സ്വർണ്ണക്കടത്ത് പിടികൂടാൻ നിയമിച്ച ഉദ്യോഗസ്ഥരെ പിൻവലിച്ചത്. കസ്റ്റംസ് പരിശോധനകളിൽ ഇവ കുടുങ്ങുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് 3 ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ ചുമതല നൽകിയത്. 2022 നിയമിച്ചത്. വിമാനത്താവളത്തിൽ നിലവിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിന് പുറമെയാണ് പുറത്ത് ഉള്ള ഈ നീക്കം. പോലീസിൻ്റെ അധിക കൗണ്ടർ. മുൻവർഷങ്ങളിൽ പലരിൽ നിന്നും സ്വർണം പിടികൂടുകയും ചെയ്തിരുന്നു എന്നാണ് വാർത്ത. മാത്രമല്ല, സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ ആണ് 2022 ഈ നീക്കം കേരള പോലീസ് നടത്തിയത്. രാജ്യാന്തര ടെർമിനലിന് പുറത്ത് പ്രത്യേക കൗണ്ടറിലൂടെയാണ് ഈ രഹസ്യ നീക്കം. ടൺ കണക്കിന് സ്വർണം പിടികൂടിയ സംഘം 4 വർഷത്തിനിടെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തു. ഇതിനെതിരെ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രംഗത്തെത്തി പിടിച്ച സ്വർണം തൂക്കം കുറച്ച് കാണിച്ച് തട്ടിക്കുന്നു എന്നായിരുന്നു ആരോപണം. അൻവറിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് പ്രത്യേക സംഘത്തെ പിൻവലിക്കണം എന്നായിരുന്നു. അതാണ് ഇപ്പോൾ സാധ്യമായത്. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിൽ 3 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. ഒരാളെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മറ്റു 2 പേരെ വേങ്ങര, അരീക്കോട് സ്റ്റേഷനുകളിലേക്കുമാണ് മാറ്റിയത്. ഇതാണ് നിലവിലെ സാഹചര്യം. PV അൻവർ പറഞ്ഞത്, ഈ സംഘം ഇമാതിരി പരിശോധന പോലീസ് സ്റ്റേഷൻ്റെ സമീപ പ്രദേശങ്ങളിൽ വെച്ച് നടത്താൻ പാടില്ല. കള്ളക്കടത്ത് സ്വർണം കസ്റ്റംസ് വിട്ടാൽ പിന്നെ അവർക്ക് കൊടുക്കണം എന്നുള്ള മട്ടിലാണ്. പോലീസ് പിടിക്കാൻ പാടില്ല, അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഈ കാര്യത്തിൽ നിർണായകമായ ഉത്തരവ് പുറത്തു വന്നു. പോലീസ് ഭരണം മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിലെ ഭരണം ആരംഭിച്ചു. അൻവർക്കായുടെ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇതാ നടപ്പായി എന്നുള്ളതാണ് നിലവിലെ യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ അൻവർക്കക്ക് തോറ്റു എന്ന സങ്കടം വേണ്ട, ഭരണം നടക്കും. കള്ളക്കടത്തുകാർക്കും ഇനി കസ്റ്റംസിനെ കടന്ന് കിട്ടിയാൽ പേടിക്കണ്ട. കേരള പോലീസ് വിമാനത്താവളത്തിൻ്റെ പുറത്ത് പിടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നാലെ പോയി കള്ളക്കടത്ത് സ്വർണം പിടിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യൂല. അൻവർക്കാക്ക് നന്ദി, നമസ്കാരം.